കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞതിന്റെ കാരണം ചട്ടം ലംഘിച്ചുള്ള വെടിക്കെട്ടെന്ന സൂചന. വനമന്ത്രിക്ക് ഉത്തരമേഖല CCF ഉടൻ റിപ്പോർട്ട് കൊടുക്കും. ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ അപകടത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ കൂടി 24-ന് കിട്ടി. ആനയുടെ സമീപമുള്ള കടുത്ത കരിമരുന്ന് പ്രയോഗം കൊണ്ടാണ് ആന വിരണ്ടത് എന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. കെട്ടിടം ഇടിഞ്ഞു വീണാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ പിഴവുകൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ തികച്ചും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും. ഇപ്പോൾ തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം ADM-ഉം പോലീസുമായി ചർച്ച ചെയ്ത് കൂട്ടായ ആലോചനയുടെ ഭാഗമായി ചെയ്യുന്നതാണ് നന്നായിരിക്കുക എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, പ്രാഥമിക അന്വേഷണത്തിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ആനകൾ വരേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുണ്ടായ ആന ഇളകിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, വേദനാജനകമാണ്, ദുഃഖകരമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആന കുത്തിയല്ല ഈ 3 പേരുടെ ജീവൻ പോകാൻ ഇടവന്നിട്ടുള്ള, മറിച്ച് കെട്ടിടം ഇടിഞ്ഞു വീണതാണ്. ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഘാതം ഉണ്ടായി ആ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 പേര് മരിക്കാൻ ഇടവന്നെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. ആനപ്രേമികൾ പാലക്കാട് എന്ന് പറയുന്നു, നാട്ടാനകൾക്ക് മതിയായ വിശ്രമവും ഭക്ഷണവും നൽകാത്തതാണ് ഈ തിരിച്ചടി കാരണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ പറയുന്നത്. ആനയിടഞ്ഞ് മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണിപ്പോൾ. അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. രാഹുൽ സുരേഷ് മണക്കുളങ്ങര ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. രാഹുൽ, പറയൂ. SK, നമ്മളിപ്പോൾ ഈ ക്ഷേത്ര അങ്കണത്തിലാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ റവന്യൂവിൻ്റെയും വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വനം വകുപ്പിൻ്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. രാവിലെ CCF ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അതായത് കീർത്തിയുടെ നേതൃത്വത്തിലാണ് വനം വകുപ്പിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവർ രാവിലെ ഇവിടെ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ആനയും ജനങ്ങളും തമ്മിൽ മതിയായ അകലം പാലിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, 2 ആനകൾക്കും എഴുന്നള്ളിക്കാനുള്ള അനുമതി നൽകിയിരുന്നുവെന്നും ഈ പരിശോധനയ്ക്ക് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട്. നാട്ടാന പരിപാലന നിയമം പാലിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തണം. അതോടൊപ്പം തന്നെ വീഴ്ച സംഭവിച്ചാൽ ഉറപ്പായും കർശനമായ നടപടി ഉണ്ടാകുമെന്ന കാര്യം കൂടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് ഇപ്പോൾ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിക്കേറ്റവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ആശുപത്രിയിൽ. അതിനുശേഷം ADM-ഉമായി കൂടി ആലോചിച്ച ശേഷം 11 മണിക്ക് പ്രാഥമിക റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറും. വൈകിട്ടോടുകൂടി അന്തിമ റിപ്പോർട്ടും കൈമാറുമെന്നാണ് വനം വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രാഥമികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇവിടെ വെടിക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട്. അതിൽ നിന്നും ആനകൾ വിരണ്ടതാണ് ഇത്തരത്തിൽ വിരണ്ടോടാൻ കാരണമായതെന്നാണ് പറയുന്നത്. അതിവിടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. വലിയ ശബ്ദത്തോടെയായിരുന്നു ഈ പടക്കം പൊട്ടിച്ചിരുന്നത്. അതിൽ നിന്നുമാണ് ആന ഇത്തരത്തിൽ പ്രശ്നക്കാരനായി മാറാൻ കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തീർത്ഥാടകർ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറുഭാഗത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ ക്ഷേത്രത്തിന് പുറത്തുള്ള ആ ഗ്രൗണ്ടിൽ എത്തിക്കും. അതിനുശേഷം അവിടെയായിരിക്കും പൊതുദർശന ചടങ്ങ് ഉണ്ടാവുക. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് 3 പേരുടെയും വീടുള്ളത്. അതുകൊണ്ട് ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകളും നടക്കും. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.